ഇന്ന് നമുക്ക് ചീര ചെമ്മീനിട്ട് ഉലത്തിയാലോ. അപ്പോൾ നമുക്ക് ചീര നന്നാക്കി എടുക്കാം. ചീര കഴുകി ചീരയുടെ തണ്ടും അതിൻ്റെ ഇലയും നമുക്ക് സെപ്പറേറ്റ് അരിഞ്ഞു വെക്കണം. പിന്നെ അത് കൂടാതെ അതിനകത്തോട്ട് ചേർക്കാനുള്ള ചെമ്മീനും നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടപ്പ് കത്തിച്ച് ചട്ടി വെക്കാം. ചട്ടി ചൂടാകുമ്പോൾ എണ്ണ അതിലോട്ടൊഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം. നമുക്ക് കടുക് പൊട്ടിക്കഴിയുമ്പോൾ അതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള, പച്ചമുളക്, വെളുത്തുള്ളി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. സവാള മൂത്ത് കഴിയുമ്പോൾ അതിനകത്തോട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് ചെമ്മീനും ചീരയുടെ തണ്ടും കൂടി ആദ്യം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് പകുതി വേവാകുന്നവരെ നമുക്ക് മൂടി വെക്കാം. പകുതി വേവായിട്ടുണ്ട്. ഇതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചീരയുടെ ഇല ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കാം. അപ്പോഴേ ചീരക്കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.